ഹായ് ഗൈസ്, ഞാൻ ഇന്നുകൊണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നത് നമ്മൾ ചുമന്ന ചീര വെച്ചുള്ള ഒരു കറിയാണ്. ചുമന്ന ചീരയും ഉരുളക്കിഴങ്ങും സവാളയും വറ്റമുളകും വെളുത്തുള്ളിയും എല്ലാം വേണം ഇതിന്. ഇത് നമ്മൾ ആദ്യം പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിലോട്ട് കുറച്ച് കടുകും അതുപോലെ കുറച്ച് വറ്റമുളക്, ഇച്ചിരി ജീരകം, നമ്മൾ ചെറിയ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടുക. ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇടുക. സവാള ഇട്ട് നമ്മളതിനെ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുഴുവനും ബ്രൗണിഷ് കളറാകണമെന്നൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് നമുക്ക് അടുത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ പൊട്ടറ്റോ എടുത്തിടാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഒന്ന് ബ്രൗണിഷ് ആണോ എന്നൊന്നും നിർബന്ധമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുന്ന ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് വെക്കാം. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോ ആണെങ്കിലും ഒത്തിരി ചെറുതായിട്ട് വന്നാൽ വലിയ കഷ്ണമായിട്ടും അരിയേണ്ട, മീഡിയം കഷ്ണത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പൊട്ടറ്റോയ്ക്ക് ചില പൊട്ടറ്റോയ്ക്ക് നല്ല വേവുള്ളതായിരിക്കും, ചിലതൊന്നും പെട്ടെന്ന് വേകും. നമുക്ക് പക്ഷേ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനകത്ത് ഇച്ചിരി മുളകൊക്കെ ഒന്ന് പിടിക്കുന്ന നേരം വരെ ഇച്ചിരി നേരം, അതിന് ഇച്ചിരി വേവ്, ചീരയും കാട്ടി വേവ് കൂടുതലാണല്ലോ നോർമലി പൊട്ടറ്റോയ്ക്ക്. അത്രയും ഉള്ള സമയം നമ്മളതിന് കൊടുക്കണം. അതും കൊടുത്ത് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര നന്നായിട്ട് കഴുകി, ചീരയുടെ തണ്ട മാക്സിമം യൂസ് ചെയ്യത്തില്ല, ഇല മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ് ചീര. ആ ചീരയിട്ട് നമ്മുടെ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് ഇതായി വെന്തു. അതിനിലോട്ട് നമ്മൾ നമ്മുടെ ചീര ഇടുക. ചീര ഇട്ടതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒന്നും ഇടണ്ട, മുളക് ഇടണ്ട, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ ഒരു കറിയാണ്. ഇത്രയേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇട്ടതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം അടച്ച് വെക്കണമെന്ന് നിർബന്ധമില്ല. അടച്ച് വെക്കാൻ ഒത്തിരി വെള്ളം വെക്കുന്ന സമയം എടുക്കും. നമുക്ക് അല്ലാതെ തന്നെ അടച്ച് വെക്കാതെ തന്നെ നമുക്ക് ചീരയും പൊട്ടറ്റോയും കൂടെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണിത്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻകാരൊക്കെ തേങ്ങയൊന്നും അത് യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പൊട്ടറ്റോയുടെ പല പല സബ്ജികളിട്ടുള്ള പല വെജിറ്റബിൾസ് ഇട്ടുകൊണ്ടുള്ള കറികൾ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും.